ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമാണോ? ഇപ്പോൾ ഈ വ്ളോഗിൽ ഞാനൊരു ക്യാരറ്റ് എഗ് റോസ്റ്റാണ് കാണിക്കുന്നത്. ഇപ്പം അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ആദ്യമേ 5 കോഴിമുട്ട എടുത്ത് ഞാൻ പൊട്ടിച്ച് ഒരു ബൗളിലാക്കി. അപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ആദ്യമേ അതിനാവശ്യമുള്ള ഉപ്പ് പൊടി ചേർത്തു. ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം. പിന്നെ അതിൽ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതാദ്യം നമുക്ക് ഓംലെറ്റ് ആയിട്ട് ഉണ്ടാക്കേണ്ടതാണ്. എഗ്ഗ് ഓംലെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് അത് പീസായിട്ട് മുറിച്ച് കഴിഞ്ഞിട്ടാണ് ഈ മസാലയിൽ ചേർത്ത് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് കുരുമുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്തതും ക്യാരറ്റ് ഞാനൊരു ചെറിയ ബൗൾ നന്നായിട്ട് നൈസായിട്ട് ചീകിയെടുക്കണം. എന്നിട്ട് എഗ്ഗിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞ് പാൻ അടുപ്പത്ത് വയ്ക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് ഇതിനൊക്കെ ഓംലെറ്റ് ഉണ്ടാക്കാം. നമുക്ക് ആ മിക്സ് ചെയ്ത് വെച്ച ക്യാരറ്റും എഗ്ഗും കൂടിയുള്ള മിക്സിങ് നമുക്ക് ഇതിലൊഴിച്ച് ഓംലെറ്റ് ആയിട്ട് ഉണ്ടാക്കി ഞാൻ കുറച്ച് കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടി മടക്കി സ്ക്വയറായിട്ട് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കും. അപ്പോൾ ആവശ്യത്തിന് വെന്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ അത് കഷ്ണങ്ങളായി പീസാക്കണം. ഇങ്ങനെ ചെറിയ സ്ക്വയർ പീസായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നമുക്കിത് റോസ്റ്റ് ചെയ്യാനും കൂടി ഉള്ളതാണ്, അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ 2 സൈഡും ഇങ്ങനെ 4 സൈഡ് ഇങ്ങനെ മടക്കി കൊടുത്ത് നമ്മൾ തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കുക. ഓംലെറ്റ് വേവിച്ച് അത് കഷ്ണങ്ങളാക്കി എടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഉള്ളിലുള്ള എഗ്ഗും കൂടി വേവാൻ വേണ്ടി ഒന്നുകൂടി മറിച്ചിട്ട് വേവിച്ചെടുക്കുക. സോഫ്റ്റായിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് ഞാൻ ഇതുപോലെ മിക്സ് ചെയ്ത എല്ലാ മുട്ടയുടെ എഗ്ഗും നമുക്ക് ഇതുപോലെ ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പം മാറ്റി വെച്ച് കഴിഞ്ഞ് ഇതെല്ലാം റെഡിയാക്കി നമ്മൾ വെക്കുക. ആദ്യമേ റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് മൺചട്ടി അടുപ്പത്ത് വയ്ക്കുക. മൺചട്ടി ചൂടായതും ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർക്കുക. ഞാനൊരു 3 സവാള നീളത്തിൽ കട്ട് ചെയ്തത് ആ വെളിച്ചെണ്ണ ചൂടായതും അതിൽ ചേർത്ത് വഴറ്റണം. അപ്പം അതിൻ്റെ വഴറ്റുമ്പോൾ തന്നെ സവാളയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തു. വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ, ഇഞ്ചി ചതച്ചത് 1 ടീസ്പൂൺ, അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റണം. സവാളയുടെ കളറ് മാറുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പം നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞതും പൊടികൾ ചേർക്കുക. അപ്പോൾ എരിവിന് നമുക്ക് കുരുമുളക് പൊടി നേരത്തെ തന്നെ ഈ എഗ്ഗിൽ ചേർത്തത് കൊണ്ട് അതനുസരിച്ചുള്ള മുളക് പൊടി ചേർത്താൽ മതിയാവും. പിന്നെ ഈ എഗ്ഗ് നമ്മൾ ഇങ്ങനെ റെഡിയാക്കി വെച്ച് മസാലയിൽ ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഈ സവാളയുടെ ഇതെല്ലാം നന്നായി കളറ് മാറിയതും അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമുള്ള കുറച്ച് മുളക് പൊടി ചേർത്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഗരം മസാലപ്പൊടി കുറച്ച്, പിന്നെ ആംചൂർ പൗഡർ ഉണങ്ങിയ മാങ്ങാപ്പൊടിയും കൂടി 1/4 ടീസ്പൂൺ ചേർത്തു. അപ്പം ആ പൊടികളും കൂടി ചേർത്ത് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവാളയും പൊടികളും എല്ലാം നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞത് ലാസ്റ്റ് 2 തക്കാളി മിക്സിയിൽ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ആ തക്കാളി അടിച്ചതും കൂടി ചേർത്ത് ഗരം മസാലപ്പൊടി, ആംചൂർ പൗഡർ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ഒരുമിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. അപ്പം ഇതെല്ലാം വഴണ്ട് കഴിഞ്ഞു തക്കാളി അടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ അടിക്കണം, അരച്ചെടുക്കണം. 2 തക്കാളി ഞാൻ അരച്ചെടുത്തു. അത് ഇതിൻ്റെ കൂടെ സവാളയുടെ കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. വെള്ളം ചേർക്കാൻ പാടില്ല. തക്കാളിയുടെ പച്ചമണം മാറി നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ വഴറ്റിയെടുക്കണം. ഇപ്പം മസാല റെഡിയായി. ഇപ്പം മസാലയിൽ നമ്മൾ നേരത്തെ ഓംലെറ്റ് ഉണ്ടാക്കി കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്നത് ഈ മസാലയിൽ ചേർക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറി എണ്ണ തെളിഞ്ഞ് വരുന്നവരെ വഴറ്റിയെടുക്കണം. ആ ഓംലെറ്റ് ഉണ്ടാക്കിയതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ആ മസാല നന്നായി എഗ്ഗിൽ പിടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് മല്ലിയില ചെറുതായിട്ട് മുറിച്ച് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. ഇപ്പോൾ ക്യാരറ്റ് എഗ് റോസ്റ്റും റെഡിയായി.
ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഡിഷാണ്. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂട്ടി കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. ക്യാരറ്റും കൂടി ചേർക്കണതുകൊണ്ട് ഇത് ഹെൽത്തിന് നല്ലതാണ്. ഇപ്പം എല്ലാവർക്കും കഴിക്കാവുന്ന നല്ലൊരു ഡിഷാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങളെല്ലാവരും ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇങ്ങനെ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ വിളമ്പാൻ വേണ്ടി ഞാൻ കുക്കുംബറും ക്യാരറ്റും കൂടി ഇങ്ങനെ പ്ലേറ്റിൽ നിരത്തി വെച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയാണെങ്കിലും നമ്മൾ ഈ എഗ്ഗ് കഴിക്കുമ്പം ഇതിൻ്റെ കൂടെ തന്നെ ഈ കുക്കുംബറും ക്യാരറ്റും ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ കുക്കുംബർ ചേർത്ത് കഴിക്കാനും കൂടിയാണ് ഞാനിങ്ങനെ പ്ലേറ്റിൽ വെച്ചത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഓക്കേ.